ഹലോ ഗായ്സ്, സെട്രോ ഗെയിമിങ്ങിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ മച്ചാന്മാർക്കും ഒരിക്കലും സ്വാഗതം. ഗായ്സ്, ഇന്ന് നമ്മൾ നമ്മുടെ വയനാടൻ ബസ് വെച്ച് നമ്മളൊരു വീഡിയോ ഇട്ടിട്ടില്ല. അപ്പോൾ ഇന്ന് നമ്മൾ നമ്മുടെ വയനാടൻ ബസ് സർവീസ് ചെയ്യാൻ പോകുന്ന വീഡിയോ ആണ് ഇടുന്നത്. ഈ 2-3 ദിവസമായിട്ട് നമ്മൾ സർവീസ് ചെയ്യാൻ പോകുന്ന വീഡിയോസാണ് ഇടുന്നത്. അപ്പോൾ നമ്മൾ എല്ലാ പ്രാവശ്യവും നമ്മൾ പോകുന്നത് ഒരേ സ്ഥലത്ത് തന്നെയാണ് സർവീസ് ചെയ്യാൻ പോകുന്നത്. അപ്പം ഇപ്രാവശ്യം നമ്മൾ അവിടെ തന്നെയാണ് പോകുന്നത്. നമ്മൾ ഇതിഹാസ് സർവീസ് ചെയ്യാൻ പോയപ്പം നമ്മൾ അന്ന് അവിടെ ആരും ഇല്ലായിരുന്നു, അതുകൊണ്ട് നമ്മൾ വേറെ അടുത്താണ് പോയത്. അപ്പോൾ ഇപ്രാവശ്യം നമ്മൾ എന്തായാലും അവിടെ തന്നെയാണ് പോകുന്നത്. നമ്മൾ വിളിച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു, അവിടെ ആളൊക്കെ ഉണ്ട്. നമ്മൾ അവിടെ തന്നെയാണ് കഴിയാൻ പോകുന്നത്. നമ്മളെ വയനാടൻ ബസ്സിൻ്റെ ഒരു ഷോർട്ട് വീഡിയോ വന്നിട്ടുണ്ട്, പക്ഷേ ലോങ് വീഡിയോ ഇതുവരെ വന്നിട്ടില്ല. ഇത് ലോങ് വീഡിയോ എന്ന് പറയാൻ പറ്റില്ല, 4 മിനിറ്റൊക്കെ ഉള്ളൂ. എന്നാലും ലോങ് വീഡിയോ പോലെയാണ് ഞാൻ ഇടുന്നത്. പിന്നെ ഗൈസ്, നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും സൗണ്ട്, എൻ്റെ സൗണ്ട് നല്ലോണം കേൾക്കുന്നുണ്ടോ അറിയില്ല. ഇവിടെ ടി വി വെച്ചാകുന്നുണ്ട്, അതുകൊണ്ടാണ് വേറെ സൗണ്ട്. അപ്പോൾ അത് നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി, അത് വലിയ കുഴപ്പമൊന്നുമില്ല. ഒച്ച കൂട്ടിയിട്ട് നിങ്ങൾ കേട്ടാൽ നിങ്ങൾക്ക് കേൾക്കാം. ഇന്ന് നമ്മൾ പോകുന്ന രാത്രിയാണ്. അപ്പോൾ നമ്മൾ എല്ലാ പ്രാവശ്യവും നമ്മൾ റോങ് വേ കയറിയിട്ടാണ് അങ്ങോട്ട് എത്തുന്നത്, അല്ലെങ്കിൽ നമ്മൾ കുറേ റൗണ്ട് കറങ്ങണം. അതുകൊണ്ട് നമ്മൾ റോങ് വേ ആണ് കയറി പോകുന്നത്. ഇപ്പോഴും നമ്മൾ റോങ് വേ ആണ് പോകുന്നത്. ഇപ്പം നമുക്ക് വലിയ കുഴപ്പമില്ല ഗൈസ്, കാരണം നമ്മൾ 2-3 പ്രാവശ്യം വന്നുകൊണ്ട് വഴിയൊന്നും തെറ്റത്തില്ല. വഴിയൊക്കെ നമുക്ക് കൃത്യമായിട്ട് അറിയാം. ഇവിടുന്ന് നമുക്ക് ശരിക്കും ലെഫ്റ്റ് എടുത്തും പോവാം, നേരെയും പോവാം. ഞാനിപ്പം എല്ലാ പ്രാവശ്യവും ഞാൻ ലെഫ്റ്റ് എടുത്താണ് പോവാറ്, ഇപ്രാവശ്യം ഞാൻ നേരെയാണ് പോകുന്നത്. അപ്പോൾ ഗൈസ്, ഈ ബസ് എന്തായാലും നല്ല സ്പീഡ് കയറുന്നതാണ്. അതുകൊണ്ട് ഇങ്ങനെ നേരെയുള്ള റോട്ടിലൊക്കെ നല്ലോണം സ്പീഡ് കയറും. ഇപ്പം തന്നെ ഈ വഴി വന്നപ്പോൾ സ്പീഡിൽ വന്നതാണ്, 163 വന്നതാണ്. പക്ഷെ ഇവിടെ എത്തിയപ്പോൾ ആ 1 വേ ആയതുകൊണ്ട് നമ്മൾ നിർത്തേണ്ട വന്നു. ഇനി ഇവിടുന്ന് ശരിക്കും നമുക്ക് ലെഫ്റ്റാണ് പോകേണ്ടത്. ലെഫ്റ്റ് പോയാൽ നമ്മൾ കുറേ കറങ്ങണം. റൈറ്റ് എടുത്താൽ നമുക്ക് റോങ് വേ ആണ്, പക്ഷേ റൈറ്റ് എടുത്താൽ നമുക്ക് കുറച്ച് പോയാൽ മതി. അതുകൊണ്ടാണ് ഞാൻ റൈറ്റ് എടുത്ത് പോകുന്നത്. നിങ്ങൾക്ക് മുന്നിൽ നോക്കിയാൽ കാണാം ആ കാർ ഇങ്ങോട്ട് വരുന്നത്, കാരണം ഇത് റോങ് വേ ആണ്. എന്നാലും നമ്മൾ ഇതിലൂടെ തന്നെയാണ് പോകുന്നത്, അല്ലാതെ വേറെ വഴിയില്ല. നമ്മൾ അല്ലെങ്കിൽ കറങ്ങണം കുറേ, അപ്പം കുറച്ച് സമയം എടുക്കും. അവിടുന്ന് വെച്ചാൽ ആ ഗ്യാപ്പ് കിട്ടിയില്ല, നമ്മൾ അവിടുന്ന് ബ്രേക്ക് പിടിക്കേണ്ട വരുമായിരുന്നു. ഇവിടുന്ന് എനിക്ക് ചെറിയ സംശയം ഉണ്ടായിരുന്നു ഇങ്ങോട്ടാണോ എന്ന്. പക്ഷെ ഇങ്ങോട്ട് തന്നെയാണ്. ഞാൻ തിരിഞ്ഞപ്പോൾ നമുക്ക് ആ പച്ച സാധനം കാണുമ്പോൾ മനസ്സിലാവും ഇങ്ങോട്ടാണ്. നമ്മളെന്തായാലും എത്തിയിട്ടുണ്ട് ഇവിടെ. ഇവിടെ ഞാൻ പാട്ടിടാത്ത എന്താണെന്ന് ചോദിച്ചാൽ 4 മിനിറ്റൊക്കെ ഉള്ളൂ, അതുകൊണ്ടാണ് ഞാൻ പാട്ടിടാത്തത്. ഗൈസ്, നമ്മളിത് ഈ വയനാടൻ ബസ് കഴുകി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്തായാലും ട്രിപ്പോ അങ്ങനെ എന്തായാലും പോകുന്നതാണ്. വീഡിയോ എന്തായാലും വരുന്നതാണ്. ഈ വീഡിയോ എല്ലാ ദിവസവും വരണമെന്നില്ല ഗൈസ്, കാരണം ഇപ്പോൾ സ്കൂളും കൂടെ തുറന്നുകൊണ്ട് എല്ലാ ദിവസവും വീഡിയോ ഇടാൻ പറ്റില്ല. നമുക്ക് ഇതിഹാസ് ഇന്നാൾ പാർക്ക് ചെയ്ത പോലെ തന്നെ ഇവിടെ പാർക്ക് ചെയ്തിട്ട് പോയി ചോദിച്ചു നോക്കാം. അപ്പോൾ ഈ വയനാടൻ ബസ് എന്ന് പറയുന്നത് ഇത് നമ്മളിനി ഈ വയനാടൻ ബസ് കയറ്റാൻ നിങ്ങൾക്ക് അറിയില്ലെങ്കിലും ഈ ആപ്പിൽ നിന്ന് കയറ്റാണെങ്കിൽ മതി. കാരണം ഇനി വീഡിയോന്ന് ലിങ്കൊക്കെ എടുത്ത് നിങ്ങൾ കഷ്ടപ്പെട്ടുണ്ടാക്കാനും പ്ലേ സ്റ്റോറിൽ പോയിട്ട് വയനാടൻ മോഡ് ലിവറി എന്ന് അടിച്ചാൽ നിങ്ങൾക്ക് ഒരു ആപ്പ് വരും. ആ ആപ്പിൽ പോയാൽ നിങ്ങൾക്ക് വയനാടൻ ബസ് കിട്ടും. ഞാനിങ്ങനെയല്ല കയറ്റിയത്, ഞാൻ എൻ്റെ കയ്യിൽ ഇങ്ങനത്തെ ഒരു ബസ് ഉണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ സ്റ്റിക്കർ ഡൗൺലോഡ് ചെയ്തിട്ടാണ് ആക്കിയത്. നമ്മളെന്തായാലും അവിടെ പോയി ചോദിച്ചായിരുന്നു, നമ്മൾ സമ്മതിച്ചിട്ടുണ്ട്. വണ്ടി എടുത്ത് കഴുകിക്കോളാനൊക്കെ പറഞ്ഞു. നമുക്ക് നേരെ പോയി കഴുകാം ഗൈസ്. അപ്പോൾ അവർ സമ്മതിച്ചിട്ടുണ്ട്, നമുക്ക് പോയി കഴുകാൻ. നമ്മൾ ചോദിച്ചിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ ഇപ്പോഴത്തെ നിങ്ങളിത് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും എന്തോരം ചെളിയാണെന്ന്. അത്രയ്ക്കും ചെളിയായിരുന്നു, നമ്മൾ കുറേ ഓടിയായിരുന്നു. പിന്നെ നമ്മൾ ഇപ്പോൾ കണ്ടോ ഗൈസ്, ആ പുറകിലത്തെ കളറും മുന്നിലത്തെ കളറും നല്ല ലുക്കല്ലേ ഗൈസ്. ഗൈസ്, നമ്മളെന്തായാലും കഴുകി കഴിഞ്ഞാൽ നമ്മളെന്തായാലും ഇത് വെച്ച് ട്രിപ്പോ അങ്ങനെ എന്തെങ്കിലും പോകുന്നതാണ് ഉറപ്പായും. ഇടുവാണെങ്കിൽ നമ്മൾ ഇതിഹാസ് വെച്ച് പോയ പോലെ 2 പാർട്ടായിട്ട് ഇടുക. പിന്നെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഗൈസ്, ഇപ്പോൾ ആ വണ്ടീൻ്റെ ലുക്ക് കണ്ടോ ഗൈസ്. അപ്പം അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ വരും. അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വരെ എല്ലാവരും കാത്തിരിക്കുക. ബൈ ബൈ.